ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ്റെ ഒരു ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. കണ്ണും പൂട്ടി ഈശോയെ സ്നേഹിക്കുക, ഉള്ളിൽ മുഴുവനായിട്ടും ഈശോയെ സ്നേഹിക്കുക. ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസം, ഈ ഒരു മണിക്കൂർ കണ്ണും പൂട്ടി ഈശോയെ സ്നേഹിക്കുവാൻ, ഉള്ള് മുഴുവനായിട്ട് ഈശോയെ സ്നേഹിക്കുവാൻ, സ്വർഗീയമായ അനുഭവത്താൽ നിറയുവാൻ നമുക്ക് പ്രിയപ്പെട്ട ഒരച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ സ്വന്തം കലാകാരൻ, ഈശോയുടെ സ്വന്തം പാട്ടുകാരൻ, ഫാദർ ജോസ് വടക്കേടത്ത്. അച്ഛാ, ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. സുഖമാണോ അച്ഛാ? സുഖമായിരിക്കുന്നു അച്ഛാ. മറ്റു വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കേൾക്കാം. അച്ഛൻ്റെ ഒരു ശ്രദ്ധേയം നല്ല സൂപ്പർ പാട്ടുണ്ടല്ലോ, നീറുന്ന ഓർമ്മകളുമായി. എനിക്ക് തോന്നുന്നു അച്ഛൻ എഴുതിയ പാട്ടാണ്. ഞാൻ എഴുതിയ പാട്ട്, അച്ഛൻ പാടിയ പാട്ട് പാടിയത്. അപ്പോൾ അത് ആദ്യം ഒന്ന് പാട്, എന്നിട്ട് അതിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. പാടാം. നീറുന്ന ഓർമ്മകളാൽ എൻ മനം നിറയുന്നു ക്രൂശിതനാഥ, ഉരുകുന്ന വേദനയാൽ എൻ തനുടയുന്നു എൻ യേശുനാഥ. തളരുന്ന ഈ യാത്രയിൽ കരതാരിലെന്നെ ചേർത്തിടണേ. തളരുന്ന ഈ യാത്രയിൽ കരതാരിലെന്നെ ചേർത്തിടണേ. നീറുന്ന ഓർമ്മകളാൽ എൻ മനം നിറയുന്നു ക്രൂശിതനാഥ, ഉരുകുന്ന വേദനയാൽ എൻ തനുടയുന്നു എൻ യേശുനാഥ. ഒരു വേള പോലും പിരിയാത്ത സ്നേഹം അനുഭവിച്ചറിയാൻ ഏറെ വൈകി. ഒരു വേള പോലും പിരിയാത്ത സ്നേഹം അനുഭവിച്ചറിയാൻ ഏറെ വൈകി. എൻ ഘോര പാപങ്ങൾ, എൻ സ്വാർത്ഥമോഹങ്ങൾ എൻ ജീവിതത്തെ അന്ധമാക്കി. എൻ ഘോര പാപങ്ങൾ, എൻ സ്വാർത്ഥമോഹങ്ങൾ എൻ ജീവിതത്തെ അന്ധമാക്കി. നിൻ തിരുച്ചോരയാൽ കഴുകിയിടണേ നാഥ, നവജീവനേകി നയിച്ചിടണേ. നീറുന്ന ഓർമ്മകളാൽ എൻ മനം നിറയുന്നു ക്രൂശിതനാഥ, ഉരുകുന്ന വേദനയാൽ എൻ തനുടയുന്നു എൻ യേശുനാഥ. സ്നേഹിതരെല്ലാം അകന്നൊര നേരത്ത്, ഏകനായി തീർന്നൊര നിമിഷങ്ങളിൽ, സ്നേഹിതരെല്ലാം അകന്നൊര നേരത്ത്, ഏകനായി തീർന്നൊര നിമിഷങ്ങളിൽ, ക്രൂശിത
സ്നേഹത്തിൻ ആഴമറിയാതെ നീറും നിരാശയിലാഴ്ന്നു പോയി ഞാൻ. ക്രൂശിത സ്നേഹത്തിൻ ആഴമറിയാതെ നീറും നിരാശയിലാഴ്ന്നു പോയി ഞാൻ. നിൻ തിരുമുറിവിനാൽ സുഖമാക്കണേ നാഥ, മാറോടു ചേർത്തണ് ചീടേണമേ. നീറുന്ന ഓർമ്മകളാൽ എൻ മനം നിറയുന്നു ക്രൂശിതനാഥ. ഉരുകുന്ന വേദനയാൽ എൻ തനുടയുന്നു എന്നേശുനാഥ. തളരുന്ന ഈ യാത്രയിൽ കരതാരിലെന്നെ ചേർത്തിടണേ. നല്ല സൂപ്പറായിട്ട് പാടി. തളരുന്ന ഈ അതൊക്കെ എടുപ്പൊക്കെ എന്ത് രസമാച്ചാൽ നല്ല വോയിസ്. ബിജു നാരായണൻ്റെ ഒരു സാദൃശ്യമുണ്ട്. ആ നല്ല ബേസ് വോയിസ്, അടിപൊളി വോയിസ്. പിന്നെ ഇതിൻ്റെ വരികളും സൂപ്പറാണ്. അച്ഛന് എങ്ങനെ ഇതിൻ്റെ വരികൾ എഴുതുന്നത്? കാരണം ഞാൻ ഇത് ദൈവസ്നേഹമായിട്ട് കറക്റ്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം. എല്ലാവരും ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അറിയില്ല. പക്ഷേ ഇല്ലാതാകുന്ന അവരുടെ സ്നേഹം അല്പസമയത്തേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആരും ഇല്ലെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ദൈവം കൂടെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആ സ്നേഹം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം വ്യക്തമായിട്ട് വരികളിലുണ്ട്. ഈ വരി എഴുതാനുള്ള പ്രേരണ എന്താ വെച്ചാൽ, വരി എഴുതാനുള്ളത് ദൈവസ്നേഹത്തിൽ നിന്ന് അനേകം പേര് ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്. പിന്നെ സമൂഹത്താൽ, കൂട്ടുകാരാലും മറ്റ് വ്യക്തികളാലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, നിരാശയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരാശ്വാസമായിട്ട് കേൾക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാട്ട് എഴുതിയത്. അച്ഛൻ ആകുന്നതിന് മുമ്പ് എഴുതിയ വരികളാണോ അതോ അച്ഛനായതിനു ശേഷം? അച്ഛനായതിനു ശേഷം എഴുതിയതാണ്. അച്ഛൻ കോതമംഗലം രൂപതയാണല്ലോ. കോതമംഗലം രൂപത എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട രൂപത. കാരണം ഞാനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പന്നിമറ്റം ഇടവകയിൽ അച്ഛനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ സമയങ്ങളിൽ. ഞാനായിരുന്നു ആദ്യം അച്ഛന് മുമ്പ് കൊച്ചച്ഛനായിട്ട് പന്നിമറ്റം. എൻ്റെ വികാരിയായിരുന്നു ജോൺ കടവനച്ഛനാണ്. അപ്പോൾ അച്ഛൻ കൊച്ചച്ഛനായി വന്നപ്പോഴും ജോൺ കടവനച്ഛനാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ്റെ കീഴിൽ എൻ്റെ പൗരത്വ ജീവിതത്തിലെ ആദ്യത്തെ ഇടവകയും പന്നിമറ്റം ഇടവകയാണ്. കടവനച്ഛൻ്റെ കൂടെയാണ് നമ്മൾ രണ്ടുപേരും ശുശ്രൂഷ ചെയ്ത്. അച്ഛന് സുഖമെന്ന് കരുതുന്നു. എല്ലാ നന്മയും അച്ഛന് ആശംസിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊരു 5ാമത്തെ ഇടവകയിലാണ്. ഞാനിപ്പം ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. 5ാമത്തെ ഇടവകയാണ് എൻ്റെ പൗരത്വ ജീവിതത്തിലെ. കരിമണ്ണൂർ ഇടവക, തൊടുപുഴ അടുത്ത് കരിമണ്ണൂർ, ഞങ്ങളുടെ കോതമംഗലം രൂപതയിലെ ഒരു ഫൊറോന പള്ളിയാണ്. അവിടുത്തെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛാ? ഞങ്ങൾ 3 മക്കളാണ്. പപ്പയും അമ്മയും ഉണ്ട്. പിന്നെ 3 മക്കൾ, ചേട്ടായി, അനിയത്തിയുണ്ട്. ഞാൻ നടുക്കത്തെ ആൾ, 2ാമത്തെ ആളാണ്. ആണല്ലേ. ഈ അസാധ്യമായ വോയിസ് ആവട്ടെ അച്ഛൻ്റെ. ഇത് ആദ്യത്തെ പാട്ടാണ് അച്ഛൻ്റെ അല്ലേ? അച്ഛൻ പാടിയിരിക്കുന്നത് ആദ്യത്തെ അല്ല. ഈ പാട്ട് എഴുതിയ പാട്ടാണ്. ആദ്യമായിട്ട് പാടിയതല്ല. അച്ഛന് ഞാൻ പറഞ്ഞ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ വോയിസ് ആണോ അതോ ആരെങ്കിലും പാടുന്നുണ്ടോ വീട്ടിൽ? അപ്പനും അമ്മ പാരമ്പര്യമായിട്ട് ലഭിച്ചതാണ്. കാരണം പേരൻസ് രണ്ടുപേരും പാടുന്നവരാണ്. ഗ്രാൻഡ് പേരൻസും വല്യപ്പനും വല്യമ്മയും, അതായത് പപ്പയുടെ അപ്പച്ചനും അമ്മയും അതുപോലെ മമ്മിയുടെ അപ്പച്ചനും അമ്മയും പാടുന്നവരാണ്. അവരുടെ പള്ളികളിൽ പണ്ട് തൊട്ടേ പാടിക്കൊണ്ടിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് ലഭിച്ച കഴിവാണ്. കുടുംബമാണ് പള്ളിയിൽ പാടിക്കൊണ്ടിരുന്നത് തലമുറയായിട്ട്. ഏറെ സന്തോഷം അച്ഛാ. അച്ഛൻ്റെ ഇനിയും കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. നമുക്കൊരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങൾ കിടക്കാം. അച്ഛനി പാടാൻ പോകുന്ന പാട്ട് ഏത് പാട്ടാണ്? യേശുപിതാവിനെ കുറിച്ചുള്ള പാട്ടാണ്. യേശുപിതാവ് അത് തിരഞ്ഞെടുക്കാൻ എൻ്റെ പേരിൻ്റെ മധ്യസ്ഥൻ യേശുപിതാവാണ്. യേശുപിതാവിൻ്റെ സ്നേഹത്തെ പ്രതി. എൻ്റെ മധ്യസ്ഥൻ യേശുപിതാവാണ്. അപ്പോൾ യേശുപിതാവിൻ്റെ നാമധാരികളായിട്ടുള്ള എല്ലാവരുടെയും അവർക്കെല്ലാവർക്കും വേണ്ടി ഈ പാട്ടൊന്ന് പാടാം. ഓക്കെ.
ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ, ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ, മാധ്യസ്ഥം യാചിക്കും മാനവർക്കെന്നും മാർഗം തെളിക്കണേ പാരിലെങ്ങും, മാധ്യസ്ഥം യാചിക്കും മാനവർക്കെന്നും മാർഗം തെളിക്കണേ പാരിലെങ്ങും. മാർയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ, അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. മാർയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ, അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ. കന്യകമേരി തൻ നിർമ്മല വല്ലഭനെ, നന്മരണത്തിൻ മധ്യസ്ഥനെ, കന്യകമേരി തൻ നിർമ്മല വല്ലഭനെ, നന്മരണത്തിൻ മധ്യസ്ഥനെ, നിദ്രാവിഹീനനാം യോസേപ്പ് പിതാവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. നിദ്രാവിഹീനനാം യോസേപ്പ് പിതാവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ തൻ യാചന നൽകണമേ. മാർയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ, അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. മാർയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ, അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ. ദൈവത്തിൻ തിരുഹിതം നിറവേറ്റിടുവാൻ, ദൈവവചനത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിൻ തിരുഹിതം നിറവേറ്റിടുവാൻ, ദൈവവചനത്തിൽ ജീവിക്കുവാൻ, അധ്വാനശീലരാം ദാസരിലെന്നും നിൻ കൃപ കനിവോടെ ചൊരിയണമേ. അധ്വാനശീലരാം ദാസരിലെന്നും നിൻ കൃപ കനിവോടെ ചൊരിയണമേ. അവിടുത്തെ മാധ്യസ്ഥം തുണയാകണേ.
ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ, മാധ്യസ്ഥം യാചിക്കും മാനവർക്കെന്നും മാർഗം തെളിക്കണേ പാരിലെന്നും. മാധ്യസ്ഥം യാചിക്കും മാനവർക്കെന്നും മാർഗം തെളിക്കണേ പാരിലെന്നും. മാറിയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ. അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. മാറിയോസേപ്പ് പിതാവേ നീതിമാനാം താതാ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസന്നിധിയിൽ. അനുസ്യൂതം നിൻ കൃപകൾ വർഷിച്ചിടണമേ. ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ. ഉള്ളിൽ ഔസപിതാവിനെ ഏറെ സ്നേഹിക്കാൻ തോന്നും, കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തോന്നും. തീർച്ചയായും അച്ഛൻ ലയിച്ചാണ് അച്ഛൻ പാടുന്നത്. ഓരോ വരി ഇങ്ങനെ ലയിച്ച്, അതിൻ്റെ ഒരു ബ്യൂട്ടിയുണ്ട് അച്ഛൻ്റെ പാട്ടിന്. ചെറുപ്പം മുതലേ പാടാറുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലിങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പാടാറുണ്ടായിരുന്നു, സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു. എങ്കിലും പാട്ട് ഒരുപാട് മെച്ചപ്പെട്ടത് സെമിനാരിയിൽ ചേർന്നപ്പോൾ തന്നെയാണ്. കോതമംഗലം മൈനസ് മേരി ചേർന്നു. അത് ഫിലോസഫി പഠിച്ച മംഗലപ്പുഴയാണ്. പിന്നെ തിയോളജി പഠിച്ചത് കുന്നോത്ത് സെമിനാരിയിലാണ് തിയോളജി പഠിച്ചത്. അങ്ങനെ സെമിനാരികളിൽ ഇങ്ങനെ എല്ലാം പാടി ഇങ്ങനെ തെളിഞ്ഞ് കൊയറിൻ്റെ ചാർജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസരങ്ങൾ ഒരുപാട് കിട്ടി. അങ്ങനെയാണ് കൂടുതലും മെച്ചപ്പെട്ടത്. സ്കൂളിലും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരുപാട് സാഹചര്യങ്ങൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പാരമ്പര്യമായി കിട്ടിയ ഒരു സമ്പാദ്യമാണ്, ഒരു സ്വത്താണ് അച്ഛൻ്റെ ശബ്ദം. ഇതിനെ അച്ഛൻ പാട്ട് പഠിക്കാനായിട്ടോ അല്ലെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. സമ്മതിക്കണം കേട്ടോ, എനിക്ക് കുറച്ച് അസൂയ തോന്നുന്നു അങ്ങനെ ശബ്ദം കേട്ടിട്ട്. ദൈവം തന്ന കഴിവ് ഇങ്ങനെ ദൈവത്തിനോട് ഉപയോഗിക്കുമ്പോൾ ദൈവം തന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. ഇനി ഒരു പാട്ടും കൂടി കേട്ടാലോ അച്ഛാ? നിന്റെ കുരിശിൻ്റെ വഴിയേ എൻ്റെ കുരിശുമായി വരാൻ എന്നെ ഒരുക്കണേ നാഥ, എന്നെ നയിക്കണേ നാഥ. നിന്റെ കുരിശിൻ്റെ വഴിയേ എൻ്റെ കുരിശുമായി വരാൻ എന്നെ ഒരുക്കണേ നാഥ, എന്നെ നയിക്കണേ നാഥ. ഭാരമേറും കുരിശാണിൻ മീതെയെങ്കിലും നിൻ കുരിശോളം ഭാരമില്ലെന്നറിയുന്നു ഞാൻ. ഭാരമേറും കുരിശാണിൻ മീതെയെങ്കിലും നിൻ കുരിശോളം ഭാരമില്ലെന്നറിയുന്നു ഞാൻ. നിന്റെ കൂടെ നടക്കുന്ന നിമിഷങ്ങളിൽ
കുരിശു താങ്ങിയതും ഞാൻ മറന്നതില്ല. നിന്റെ കുരിശിൻ്റെ വഴിയേ എൻ്റെ കുരിശുമായി വരാൻ എന്നെ ഒരുക്കണേ നാഥ, എന്നെ നയിക്കണേ നാഥ. എൻ്റെ കുരിശുകളെനിക്കാകെ അനുഗ്രഹമായി നാഥനേകും സ്നേഹമറിയാനിടയായല്ലോ. എൻ്റെ കുരിശുകളെനിക്കാകെ അനുഗ്രഹമായി നാഥനേകും സ്നേഹമറിയാനിടയായല്ലോ. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വിട ചൊല്ലി ഞാൻ ഈ കുരിശിൻ പടികളിലൂടെ നാഥൻ അരികെ എത്തുന്നു. എന്നും അവിടെയാണെൻ സുരക്ഷിത സങ്കേതവും. നിന്റെ കുരിശിൻ്റെ വഴിയേ എൻ്റെ കുരിശുമായി വരാൻ എന്നെ ഒരുക്കണേ നാഥ, എന്നെ നയിക്കണേ നാഥ. നിന്റെ കുരിശിൻ്റെ വഴിയേ എൻ്റെ കുരിശുമായി വരാൻ എന്നെ ഒരുക്കണേ നാഥ, എന്നെ നയിക്കണേ നാഥ. അച്ഛാ, ഒരു ധ്യാനം കഴിഞ്ഞ ഫീലിംഗാണ്. തീർച്ചയായും ഈ പാട്ട് എഴുതിയത് ഞാൻ പറഞ്ഞല്ലോ, സേവ്യർ കുന്നുംപുറം എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛന് വലിയ ധ്യാനഗുരുവാണ്, MCV സഭാംഗമാണ്. അച്ഛൻ കൂടുതലും അച്ഛൻ്റെ പാട്ട് എഴുതുന്നത് അച്ഛൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് പാട്ടുകൾ പാടാനും അങ്ങനെ ആരാധിക്കാനും വേണ്ടിയാണ് പാട്ടുകൾ ഇറക്കുന്നത്. അപ്പം ഒരുപാട് അച്ഛൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് പാട്ട് പാടുന്ന ആളാണ്, മ്യൂസിക് ചെയ്യുന്ന ആളാണ്, എല്ലാവിധ കഴിവുള്ള അച്ഛനാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ധ്യാനിച്ച് എഴുതിയ പാട്ടാണ്. അപ്പോൾ എനിക്ക് ഈ പാട്ട് ട്യൂൺ ചെയ്ത ലിയോ എന്ന് പറയുന്ന ആളാണ്, ലിയോ സണ്ണി മുത്തോലപുരത്തുള്ള. അപ്പോൾ ഈ പാട്ട് അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ കേൾവി തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു ധ്യാനം കൂടിയൊരു അവസ്ഥയാണ്, ഫീലിംഗാണ്. അതായത് നമ്മളും ഈശോയും ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ, നമ്മൾ ഈശോയുടെ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്, ഈശോയുമായിട്ട് ലയിച്ച് ചെയ്യുന്നൊരവസ്ഥയാണ്. നമ്മുടെ വേദനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈശോയുടെ പക്കലേക്ക് ചേർന്ന് അവസ്ഥയാണ്. ഓരോ വാക്കും വളരെ വ്യക്തമാണ്. അതായത് ഓരോ വാക്കും വളരെ ശക്തിയുള്ള ഒരു വാക്യങ്ങളാണ്. ഒരുപാട് പേരുടെ ജീവിതത്തെ സ്പർശിച്ച ഒരു പാട്ടാണ്. ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയ ഒരു പാട്ടാണിത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ധ്യാനം കൂടിയൊരു ഫീലിംഗ്, ഭയങ്കര നല്ലൊരു എനർജി ഉള്ളൊരു പാട്ട്. കരഞ്ഞു പോകും അല്ലേ? മ്യൂസിക് ആണെങ്കിൽ അതുപോലെ ഭയങ്കര ശക്തമായൊരു മ്യൂസിക്കാണ്. വെണ്ണിലച്ച ഇത്രയും നേരം ഞാൻ പാടി. ഇനി അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ ഒരു നല്ലൊരു പാട്ട് പാടിത്തരുമല്ലോ? ഒരു പാട്ട് പാടാം. ഇത് ലോഡ്സൺ എന്ന് പറഞ്ഞൊരു ബ്രദറിൻ്റെ പാട്ടാണ്. ദിനവും യേശുവിൻ്റെ കൂടെ എന്നുള്ളൊരു പാട്ട്. ഈശോയെ അതായത് എന്നും സ്നേഹിക്കാൻ എനിക്ക് കാരണമാകണം എന്നുള്ള ഒരു നല്ലൊരു വരികളുള്ളൊരു പാട്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ പാട്ട് പാടാൻ ശ്രമിക്കാം. ഓക്കെ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ
എന്നേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും ഉന്നോട് ചേർന്ന് ദിനവും ഉമ്മാർവിൽ സാய்ந்து ദിനവും ഉന്നോട് ചേർന്ന് ദിനവും ഉമ്മാർവിൽ സാய்ந்து விலகான் முடியாது அன்பே. உயிரே என்னேசு ராஜா. விலகான் முடியாது அன்பே. உயிரே എന്നേസു രാജാ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. മിന്നലച്ച മനോഹരമായ പാട്ട്, സൂപ്പർ. കേട്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ഈ ഒരു സാന്നിധ്യം ഏറെ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറി. ഇൻട്രൊഡക്ഷൻ ഞാൻ സൂചിപ്പിച്ച യാഥാർത്ഥ്യമായി കണ്ണും പൂട്ടി ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ്റെ ശബ്ദത്തിലൂടെ, അച്ഛൻ്റെ സംഗീതത്തിലൂടെ, വരികളിലൂടെയൊക്കെ അതാണ് സാധ്യമാകുന്നത്. സൗഖ്യത്തിൻ്റെ ഒരു മേഖല സംഗീതത്തിലൂടെയൊക്കെ. ഒത്തിരി നന്ദി അച്ഛാ. കുറേ കൂടി കൂടുതൽ ആഴത്തിൽ ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനോർത്ത് നന്ദി പറയാം. താങ്ക് യു. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ. ആശ്രിതർക്കെന്നും ആശ്രയമേകുന്ന ഈശോയുടെ സ്നേഹതാതാ. മാധ്യസ്ഥം യാചിക്കും മാനവർക്കെന്നും മാർഗം തെളിക്കണേ പാരിലെങ്ങും.